എന്തൊക്കെ പറഞ്ഞാലും കനോണിന്റെ കളർ അതൊരു രക്ഷയില്ല. കഴിഞ്ഞ ദിവസം ഒരു ബീച്ചിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഫോട്ടോ കേട്ട് നമ്മുടെ 6D മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സെക്കൻഡ്സ് എടുത്താണ്. പിന്നെ അത് ഇത്രയും വർഷം പഴക്കമുള്ള സാധനമാണ്. ബട്ട് സ്റ്റിൽ അത് നല്ല രീതിക്ക് ഔട്ട് തരുന്നുണ്ട്. വീഡിയോയ്ക്ക് ആയിട്ട് ഒരു A7S3 നമ്മുടെ ഒരു ഫ്രണ്ടിനെ തന്നെ എടുത്തായിരുന്നു. അപ്പം എനിക്ക് M3 യൂസ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് അതിന്റെ ക്യാം എങ്ങനെ ഉണ്ടെന്നൂടെ അറിയാൻ ഒരു ആഗ്രഹം. അങ്ങനെ ആ സോണിയായിട്ട് പോയതാണ്. അല്ല ഫോട്ടോസൊക്കെ നമ്മൾ 6Dയിലാണ് എടുത്തത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റ് ഒക്കെ ഒന്ന് ഡൗൺ ആയ സമയത്ത് നമ്മൾ സോണിയിലോട്ട് വന്നു. S3യില് ഫോട്ടോസ് എടുത്തപ്പോഴെന്ന് വെച്ചാൽ ഫോട്ടോസിൽ അത്യാവശ്യം നല്ല ഔട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് എന്തോ കളറിന്റെ കാര്യം വരുമ്പോഴത്തേക്കും എനിക്ക് സോണിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇഷ്ടം കനോണാണ്. ചിലപ്പോൾ കനോൺ യൂസ് ചെയ്തായിരിക്കണം എനിക്ക് ആ സോണിയുടെ ആ ഒരു കളർ പിക്കിംഗ് പാറ്റേൺ എനിക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം S3യില് വീഡിയോസ് എല്ലാം ഔട്ട് വെക്കുന്ന എല്ലാ വീഡിയോയ്ക്കും ക്യാമാണ്. S3 അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അതിന്റെ ഐലോക്കും ഫീച്ചർ ഭയങ്കര രസമാണ്. കാനോണിന്റെ മിറർലെസ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അത് എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പം അതുപോലെ ട്രൈ ചെയ്താലേ സത്യം പറഞ്ഞാൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നല്ല ഷൂട്ടായിരുന്നു. മോഡലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാം കൊണ്ടും വളരെ മികച്ചൊരു ഷൂട്ടെന്നല്ല പറയാം. ഒറ്റ